ഇന്ന് അധ്യാപക ദിനമാണ്. ഇത് സംബന്ധിച്ചുള്ള ഏതാനും റിപ്പോർട്ടുകളിലേക്കാണ് ഇനി പോകുന്നത്. എല്ലാ മേഖലയിലും വ്യത്യസ്തതകൾ നിറയുന്ന കാലമാണ് ഇത്. അധ്യാപന രംഗത്തും ഇത്തരം വ്യത്യസ്ത മാതൃകകൾ നിരവധിയാണ്. പാഠം പറഞ്ഞു കൊടുക്കാൻ വേറിട്ട ശൈലി അവലംബിച്ച് ശ്രദ്ധ നേടുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടും. ഇത് പ്രമോദ് മാലിയങ്കര. പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പഠിപ്പിക്കുന്ന വിഷയം സാമ്പത്തിക ശാസ്ത്രം. പുതിയതും വ്യത്യസ്തവുമായ അധ്യാപന ശൈലിയാണ് ഈ അധ്യാപകനെ വേറിട്ട് നിർത്തുന്നത്. എക്കണോമിക്സ് വേഗത്തിലും ലളിതമായും മനസ്സിലാക്കാൻ കുട്ടികൾക്കായി ഈ അധ്യാപകൻ തയ്യാറാക്കിയത് ഒരു ഷോർട്ട് ഫിലിമാണ്. പഠനം കലകളിലൂടെ അവതരിപ്പിക്കുക, കലയിലുള്ള കഥകളിലൂടെ നമ്മൾ എക്കണോമിക്സ് കൊണ്ടുപോകുക. അങ്ങനെ എക്കണോമിക്സ് സിമ്പിളാക്കുക. എനിക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുന്നത് ടഫ് സബ്ജക്റ്റാണ്. അത് ഗാഢമായി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ്, ആഴ്ന്നിറങ്ങി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ കുറച്ച് കുട്ടികൾ, നമുക്കറിയാം ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കുട്ടികൾ, കുറച്ച് ആവറേജ്, ബിലോ ആവറേജ് പിള്ളേരുണ്ടാവും, അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്കൊക്കെ രസകരമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, അതുപോലെ ഗാനങ്ങൾ, അതുപോലെ പാരഡി ഗാനങ്ങൾ തുടങ്ങിയതിലൊക്കെ നമ്മൾ എക്കണോമിക്സ് വൻ വിജയമായിരുന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം 5 കൺസെപ്റ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. ഇതിപ്പോൾ ഈ വിഷ്വൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 10 മാർക്ക് കുട്ടികൾക്ക് ഷുവറായി കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്ര വിഷയത്തിലെ പല പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് എക്കണോമിക്സ് ഷോർട്ട് ഫിലിം എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഹ്രസ്വചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SNV സ്കൂളിലും പറവൂരിലെ മറ്റ് സ്കൂളുകളിലുമായാണ് ഇതിന്റെ ചിത്രീകരണം. 4 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം കണ്ടാൽ സാമ്പത്തിക ശാസ്ത്ര പരീക്ഷയ്ക്ക് 10 മാർക്ക് ഉറപ്പാണെന്ന് അധ്യാപകന്റെ ഉറപ്പ്. ഇന്നു മുതൽ ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികൾക്ക് യൂട്യൂബിലും ലഭ്യമാകും. ഞങ്ങൾക്ക് അത്രയും സിമ്പിളാണ് ഇപ്പൊ എക്കണോമിക്സ് പഠിക്കാൻ. കാരണം സാറ് ഞങ്ങൾക്ക് അത്രയും എഫക്റ്റീവായിട്ടാണ് അതുപോലെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തരുന്നത്. അതിൽ പുതിയ രീതിയാണ് ഷോർട്ട് ഫിലിം. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വെറുതെ മനസ്സിലാക്കാൻ പറ്റും എക്കണോമിക്സ്. ആ ഒരു രീതിയിലാണ് ഞങ്ങളിത് ചെയ്ത് വെച്ചേക്കുന്നതും. എക്കണോമിക്സ് ഞാൻ കുറച്ച് ടഫ് സബ്ജക്ട്സ് ആയിരുന്നു, പക്ഷെ സാറ് ചിലപ്പോൾ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ സിമ്പിളായി. അതുപോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത രീതിയിൽ എക്കണോമിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും എക്കണോമിക്സ്. അധ്യാപനത്തിൽ 25 വർഷം പിന്നിടുന്ന ഈ അധ്യാപകനെ തേടിയെത്തിയത് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 19 പരം പുരസ്കാരങ്ങളാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.